ഹലോ ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം വളരെ നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 2-3 മന്തായെന്ന് തോന്നുന്നു ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് എൻ്റെ സനുക്കുട്ടിയുടെ 4th ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ലാസ്റ്റ് വീക്ക്. അപ്പം നമ്മൾ ആ ബർത്ത്ഡേ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു, അപ്പം കേക്ക് മേക്കിംഗ് വീഡിയോ, അതുപോലെ തന്നെ നമ്മളെങ്ങനെ ഡെക്കറേറ്റ് ചെയ്തു, പിന്നെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കേക്ക് മേക്കിംഗ് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ഐറിഷ് കോഫി കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനൊരു പാൻ എടുത്തു, അതിലേക്ക് 1 കപ്പ് ഷുഗർ, ആ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് വാട്ടറും അതുപോലെ ഒരു 3 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് നന്നായിട്ട് ബോയിൽ ചെയ്ത് കേട്ടോ. ഞാനൊരു 5 to 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാവുന്നിടം വരെ ബോയിൽ ചെയ്തു. അതിനുശേഷം ഞാനതിനെ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. അപ്പം ഫ്രിഡ്ജിലെടുത്ത് വെച്ച് പിന്നെ എടുക്കുമ്പോഴേക്കും അത് പിന്നെയും കുറച്ചുകൂടി തിക്കായിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ ആ സിറപ്പ് ഉണ്ടാക്കിയ സെയിം പാനിൽ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മിൽക്കും അതുപോലെ തന്നെ ഷുഗറും ആഡ് ചെയ്തു. എന്നിട്ട് അതും നല്ല രീതിയിൽ തിളപ്പിച്ചതിന് ശേഷം അതും തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്തു. അതിൽ നിന്ന് ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തു. പിന്നെ ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയായിട്ട് ഞാൻ നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഞാൻ ഫസ്റ്റ് ഒന്ന് വിസ്ക് വെച്ച് മിക്സ് ചെയ്തിട്ട് ഒരു തവണ അരിച്ചെടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ വിസ്ക് വെച്ച് മിക്സ് ചെയ്താൽ നന്നായിട്ടത് മിക്സ് ആയിക്കോളും. അപ്പോൾ ഞാൻ അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ മറ്റൊരു ബൗളിലേക്ക് ഒരു 4 മീഡിയം സൈസ് എഗ്ഗ് പൊട്ടിച്ച് വെച്ചു. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തു. അതിന് ഞാൻ നന്നായിട്ട് ഫ്ലഫി ആവുന്നിടം വരെ ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്കൊരു 1 കപ്പ് പൗഡർ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും അതിനെ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കേട്ടോ. ബീറ്റ് ചെയ്ത് ഫ്ലഫി ആയതിനു ശേഷം ഞാൻ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത്, ഒരുപാട് ബീറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഞാൻ ഒഴിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊരു 2 kg ഡോൾ കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്ത ബാറ്ററല്ലേ അത് ഞാനൊരു റൗണ്ട് കേക്ക് ടിന്നിലാക്കി ബേക്ക് ചെയ്യാൻ വെച്ചു. അതിനുശേഷം ഡോൾ കേക്കിൻ്റെ മോൾഡ് എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെയും ഈ സെയിം പ്രോസസ്സിൽ തന്നെ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മുടെ ബാറ്റർ ഒന്നുകൂടെ ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ കയ്യിലിരുന്നൊരു ജസ്റ്റ് സ്റ്റീലിൻ്റെ ഒരു പാത്രമേ ഉള്ളായിരുന്നു, ഡോൾ കേക്കിൻ്റെ മോൾഡ് ഇല്ലായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് ഞാൻ അതും ഒന്ന് ബേക്ക് ചെയ്യാൻ വെച്ചു. അപ്പോൾ നമ്മുടെ കേക്ക് അങ്ങനെ ബേക്കായി വന്നു. അപ്പോൾ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിനെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആ സ്റ്റീൽ ബൗളിലുണ്ടാക്കിയ ആ ഒരു സ്പഞ്ചും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ നമ്മുടെ കേക്കിന് ഒന്നുകൂടെ ഷേപ്പ് കിട്ടാൻ വേണ്ടി എൻ്റെ കയ്യിൽ കുറച്ച് റൗണ്ട് ഷേപ്പിലുള്ള കുക്കി കട്ടേഴ്സ് ഉണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ വീണ്ടും ആ കേക്കിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ ഞാൻ കറക്റ്റ് ഡോൾ കേക്ക് ഉണ്ടാക്കുന്ന മോൾഡ് അല്ലായിരുന്നു, ജസ്റ്റ് ഒരു സ്റ്റീൽ ബൗളേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് സൈസ് മാച്ചാവുന്നില്ലായിരുന്നു. അപ്പോൾ വെച്ചപ്പോൾ ഒരു ഷേപ്പ്ലെസ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അതൊന്ന് ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കയ്യിലുള്ള കട്ടേഴ്സ് വെച്ച് വീണ്ടും നമ്മുടെ സ്പഞ്ചിനെ പതിയെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് അതിനെയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ക്രീം മിക്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇവിടുത്തെ ക്രീമിന് മധുരമില്ല. അപ്പോൾ അവസാനം ഞാൻ അതിലേക്ക് കുറച്ച് പൗഡേർഡ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് നമ്മുടെ ക്രീം സെറ്റാക്കി വെച്ചു. അതിനുശേഷം ഞാൻ നമ്മുടെ സ്പഞ്ച് ഓരോന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ഞാൻ ആദ്യം തന്നെ നമ്മുടെ സിറപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അത് ഫ്രിഡ്ജിലിരുന്ന് നല്ല തണുത്ത് സെറ്റായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്തു. പിന്നെ ഞാൻ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കില്ല ആ ഒരു കോഫി സിറപ്പ് അതും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പം പിന്നൊരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടി എൻ്റെ കയ്യിലൊരു ടോഫി ട്രീറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അത് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അത് ഞാൻ വെറുതെ ഇങ്ങനെ ഷോപ്പിൽ പോയതിന് മുന്നേ മേടിച്ച് വെച്ചായിരുന്നു. അപ്പം ഞാനൊരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി അത് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ 1 by 1 ആയിട്ട് നമ്മുടെ ഓരോ സ്പഞ്ചുകളും എടുത്ത് വെച്ച് എല്ലാം ലെയർ ചെയ്ത് നമ്മുടെ ഷുഗർ സിറപ്പും അതുപോലെ തന്നെ നമ്മുടെ കോഫി സിറപ്പും അതുപോലെ തന്നെ ഞാൻ ആ ടോഫി ഫ്ലേവറില്ലേ അതും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ കേക്കിനെ ജസ്റ്റ് ലെയർ ചെയ്ത് അങ്ങ് എടുത്തു. അപ്പോൾ അവസാനം എന്താ ഈ ഒരു ഷേപ്പിലെത്തി. ഞാൻ എൻ്റെ കുക്കി കട്ടറും കൂടെ വെച്ച് കട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഷേപ്പിന് എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ എല്ലാം ലെയർ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് അതിനൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം ഞാൻ അതിനെ ഫ്രിഡ്ജ് സെറ്റാകാൻ വെച്ചു. അപ്പം ആ ടൈം കൊണ്ട് ഞാൻ 3 കളറിലേക്ക്, കാരണം എൻ്റെ സനുക്കുട്ടി ഡ്രസ്സിൻ്റെ കളർ പിങ്കും പർപ്പിളുമാണ്. അപ്പോൾ അവൾക്ക് കേക്കും പിങ്കും പർപ്പിളും തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഏകദേശം അത് കിട്ടാൻ വേണ്ടി 3 കളറായിട്ട് ഞാൻ നമ്മുടെ ക്രീം ഒന്ന് മിക്സ് ചെയ്ത് അവിടെ വെച്ചു കേട്ടോ.
അപ്പം ക്രം കോട്ട് ചെയ്ത് ഞാൻ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് കേക്ക് അപ്പോഴേക്കൊന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ശേഷം അതിനെ പതുക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ അതിനെ വീണ്ടും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും കേട്ടോ. ഞാനങ്ങനെ നമ്മുടെ കേക്കിന് ജസ്റ്റ് ഒന്ന് ഷേപ്പൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കങ്ങനെ മനസ്സിൽ പ്രത്യേകിച്ച് ഒരു ഐഡിയാസ് ഒന്നും ഇല്ലായിരുന്നു എങ്ങനെ ചെയ്യണമെന്നൊന്നും. പിന്നെ എനിക്ക് തോന്നിയ പോലൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ച് കൊടുത്തു. പിങ്ക് ആൻഡ് പർപ്പിൾ വേണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അതൊക്കെ വെച്ച് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ പിങ്ക് കളർ ഇരുന്നത് നമ്മുടെ ക്രീമിൽ പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുത്തപ്പോഴേക്കും അതിൻ്റെ ലിക്വിഡ് കളറായിരുന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ ക്രീമിന് ടെക്സ്ചർ ജസ്റ്റ് ഒന്ന് ലൂസായിട്ടുണ്ടായിരുന്നു. ആ പിങ്ക് ഫ്ലവർ എനിക്ക് കറക്റ്റായിട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ ഷേപ്പിന് കിട്ടിയില്ല. എങ്കിലും ഞാൻ പറ്റിയ പോലൊക്കെ ജസ്റ്റ് കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഡോൾ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി, ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്നോർത്ത്. പിന്നെ ഞാനൊരു വാനില കേക്കും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് വാനില സ്പഞ്ച് ഉണ്ടാക്കി അതിൽ ഈ സെയിം നമ്മൾ ക്രീം തന്നെ തേച്ചു. അതിനുശേഷം ഞാൻ ജസ്റ്റ് അതിലേക്കൊരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറിൻ്റെ അതിലിരിപ്പുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് 2-3 ടോപ്പറും കുത്തിക്കൊടുത്തു. ഇതാണ് കേട്ടോ നമ്മുടെ 2 കേക്കിൻ്റെയും ഫൈനൽ ലുക്ക്. അങ്ങനെ നമ്മുടെ കേക്കുകൾ രണ്ടും ഫിനിഷായി. അപ്പം അതിനെ ഫ്രിഡ്ജിലെടുത്ത് സെറ്റ് ആവാൻ വേണ്ടി വെച്ചു. അതിനുശേഷം ഞാൻ പിന്നെ ഡെക്കറേഷനിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. അപ്പം ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ടെമുവിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പം നമുക്കതൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് തന്നെ ഇത് ഞാനൊരു മാക്രോൺസൊക്കെ വെക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു സ്റ്റാൻഡായിരുന്നു കേട്ടോ വാങ്ങിയത്. പക്ഷേ ഞാനിവിടെ കുറേ ഷോപ്പുകളിൽ അന്വേഷിച്ചു. ഓരോ ഷോപ്പുകളിലും മാക്രോൺസ് എനിക്കന്ന് കിട്ടിയില്ല. അപ്പോൾ അതിന് പകരം എനിക്കിതിൽ അവസാനം ചെറിയ കുക്കീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം അങ്ങനെ ഒരു മാക്രോൺ സ്റ്റാൻഡ് ആണിത്. 3 ലെയറായിട്ടുള്ളൊരു സ്റ്റാൻഡായിരുന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് അതിലുള്ളൊരു നോട്ട് അതിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കി. പ്ലാസ്റ്റിക്കിൻ്റെയാണ് കേട്ടോ. അധികം കട്ടിയൊന്നുമില്ല, എന്നാൽ കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് അന്നത്തെ ആവശ്യത്തിന് വേണ്ടി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു മാക്രോൺ സ്റ്റാൻഡാണ്. അപ്പം ആ പേപ്പറിൽ കാണിച്ച പോലെ തന്നെ ഞാനത് ഫിറ്റ് ചെയ്ത് നോക്കി. പിന്നെ അടുത്തത് എനിക്ക് ബാസ്ക്കറ്റ്, ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബർത്ത്ഡേക്ക് വേണ്ടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ടെമുവിൽ കയറി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്കിത് വീണ്ടും റീയൂസ് ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പം നോക്കിയപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ സ്വീറ്റ്സോ എന്തെങ്കിലുമൊക്കെ ഇട്ട് നമുക്ക് ആ ടേബിളിൽ ഇങ്ങനെ വെച്ചാൽ നല്ലൊരു ഭംഗിയായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു സ്റ്റാൻഡാണത്. അതെങ്ങനെ വെക്കുന്നതെന്നൊക്കെ എനിക്ക് അപ്പം നോക്കിയിട്ട് മനസ്സിലായില്ല കേട്ടോ. ഞാൻ തറയിലായിട്ടോ ഇരിക്കുന്നത്, നിലത്തിരുന്നാണ് ഇത് അൺബോക്സ് ചെയ്തത് കേട്ടോ. അപ്പോൾ കാലൊക്കെ നീട്ടി വെച്ചാൽ തറയിലിരുന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്നുള്ളത്. ടെമുവിലെ സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണെല്ലാം. നമ്മൾ നോക്കിയൊക്കെ പർച്ചേസ് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ടെമുവിൽ നിന്ന് വാങ്ങിയ എല്ലാ സാധനങ്ങളും ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഇതിന് മുന്നേ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ വീണ്ടും ടെമുവിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആ ബാസ്ക്കറ്റ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ നോക്കി, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അതിനെ അവിടെ വെച്ചതിന് ശേഷം അടുത്തത് ഇതൊരു ഷീറ്റല്ല, നമ്മുടെ ഒരു കർട്ടൻ പോലെ. ഞാൻ ആ വാളിലിടാൻ വേണ്ടിയിട്ട് കർട്ടനായിരുന്നു അത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി അവിടെ വെച്ചു. ഇത് പിന്നെ ഒരു കേക്ക് സ്റ്റാൻഡ് കേട്ടോ. ഞാൻ ഉണ്ടാക്കി ഡോൾ കേക്ക് ഇതിൻ്റെ പുറത്ത് വെക്കാമെന്ന് ഓർത്താണ് ഞാൻ ഈ സ്റ്റാൻഡ് വാങ്ങിയത് കേട്ടോ. അപ്പം ഇത് നല്ല കട്ടിയുണ്ട് കേട്ടോ. ഞാൻ ഓർത്തു ഫസ്റ്റ് ഞാൻ കണ്ടപ്പം എന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു കട്ടിയാണ്, പക്ഷേ അത് നല്ല ബലമുള്ളതായിരുന്നു. പിന്നെ അടുത്ത് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിടുന്നൊരു ചെറിയൊരു ഇത്, അതിൻ്റെ പുറകെ തന്നെ സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു ചെറിയ ബോക്സാണ് കേട്ടോ. മുന്നേ ഞാൻ കാണിച്ചത് സ്പീഡ് നമ്മുടെ വീഡിയോ പോവാണ് കേട്ടോ, ബോക്സാണ്. പിന്നെ ഇത് നമ്മുടെ ഡോണറ്റ് വെക്കാൻ വേണ്ടിയുള്ളൊരു ഡോണറ്റ് സ്റ്റാൻഡ്. അപ്പം അതിലെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 9 ഡോണറ്റ്സോളം വെക്കാൻ പറ്റും. അപ്പോൾ ഒരു സ്റ്റാൻഡ്, പിന്നെ ഒരു ടേബിൾ കവർ. ഇത് 1 ടൈം യൂസ് തന്നെയുള്ളൊരു ടേബിൾ കവറാണ് കേട്ടോ. അപ്പം പിന്നെ ഇതൊരു മാക്രോൺ ഷീറ്റ്. ഞാൻ അന്ന് മാക്രോൺ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, എപ്പോഴെങ്കിലും മാക്രോൺസ് ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി ഒരു ഷീറ്റ് വാങ്ങിയതാണ് കേട്ടോ അത്. അപ്പോൾ എനിക്ക് മാക്രോൺസ് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ സനക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഉണ്ടാക്കി ട്രൈ ചെയ്യാം എന്നോർത്തൊരു ഷീറ്റ് വാങ്ങിയതാണ്. പിന്നെ ഇത് കപ്പ് കേക്ക്സ് മോൾഡ്. പിന്നെ കപ്പ് കേക്കിൻ്റെ മോൾഡും അതുപോലെ തന്നെ മറ്റേ കപ്പ് കേക്ക് ഉണ്ടാക്കാനുള്ള എന്താ പറയുന്ന ആ ഒരു കപ്സുമാണത്. അപ്പം അതൊക്കെയാണ് പിന്നെ വാങ്ങിയത്. പിന്നെ ഇത് ഇപ്പോൾ പിങ്ക് ആൻഡ് പർപ്പിൾ കളർ ബലൂൺസും
പിന്നെ അതിൻ്റെ ഒരു പമ്പും. പക്ഷേ ഈ പമ്പ് എനിക്ക് അന്നത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ ജസ്റ്റ് ഞാനിത് വാളിലൊക്കെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്കറാണ് കേട്ടോ അത്. പിന്നെ ഇത് നമ്മളുടെ കപ്പ് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ സ്റ്റാൻഡും. പിന്നെ ഇതാണ് മെയിൻ സംഭവം. അപ്പം എനിക്ക് ബലൂണ് അവിടെ ഇവിടെയൊക്കെ കുത്തി വെക്കുന്നതിനോട് വലിയ യോജിപ്പില്ല. കാരണം ഞാനപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമല്ലോ എന്നൊക്കെ എൻ്റെ ഇരുന്ന് കണ്ടുപിടിച്ചൊരു സാധനമാണിത്. അപ്പോൾ ഇത് നമുക്ക് 2 തൂണ് പോലെ രണ്ടറ്റത്ത് 2 സൈഡിലാക്കി വെക്കുകയും ചെയ്യാം. അതിൽ നിറയെ ബലൂൺ കെട്ടാനും പറ്റും. അപ്പം ഞാനതൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാൻ ഡെമോയിൽ കയറി ജസ്റ്റ് ബർത്ത്ഡേ ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ വന്നതാണ്. ഇതിന് മുന്നേ ഞാൻ ഇതെവിടെയും കണ്ടിട്ടില്ല കേട്ടോ. എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നത്. നമുക്ക് അതിൽ നമുക്ക് തൂണ് പോലെ ബലൂണൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ ടേബിളിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. മാക്രോൺ സ്റ്റാൻഡും, മാക്രോൺസ് എല്ലാം കുക്കീസാണ് വെച്ചേക്കുന്നത്, ഡോണറ്റ്സും അതുപോലെ കേക്കും എല്ലാം നമ്മൾ സ്റ്റാൻഡുകളിലൊക്കെ വെച്ചു. പിന്നെ നമ്മൾ 2 സൈഡിലായിട്ട് ആ ബലൂൺ സ്റ്റാൻഡ് കണ്ടോ, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് 2 സൈഡിൽ വെച്ചു. നമ്മുടെ ബാക്ക് ഡ്രോപ്പ് കർട്ടനും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഫോട്ടോ എടുത്തപ്പോൾ നല്ല പിക്സും കിട്ടി കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായില്ല, ഇതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ കേക്ക് കട്ടിംഗ് ആണ് കേട്ടോ. കേക്ക് കട്ടിങ്ങിനിടയ്ക്ക് ആൾക്ക് ചെറിയ നാണോ വാശി എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഇതുപോലെ തന്നെ ബർത്ത്ഡേ അന്ന് ആൾക്ക് ചെറിയൊരു വാശിയൊക്കെ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗസ്റ്റിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് എല്ലാവരും കേക്ക് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ പുറത്ത് പോയി സനിക്കൂട്ടർ 2-3 നല്ല പിക്സ് എടുക്കാം. കാരണം വെട്ടം പോകുന്നതിന് മുന്നേ പെട്ടെന്ന് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോയി കേട്ടോ. അപ്പം അതിനും ആൾ നിൽക്കുന്നില്ല. നാളെ ഓട്ടമായിരുന്നു, ഓടി കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയ്ക്ക് കൂടെ ഞങ്ങൾ 1-2 ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഫുഡ് കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഫുഡ് ഞാൻ കുറച്ചൊക്കെ വീട്ടിൽ ഉണ്ടാക്കി, കുറച്ച് പുറത്തുനിന്ന് വാങ്ങുമായിരുന്നു, നമ്മുടെ തൊട്ടടുത്തുനിന്നുള്ള ഷോപ്പിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഗീ റൈസും ചിക്കൻ കുറുമയും ബീഫ് കറിയും ഇടിയപ്പവും അതുപോലെ ഫിഷ് റോളും ആയിരുന്നു നമ്മുടെ ഫുഡ്. അതിൽ ഫിഷ് റോളും നമ്മുടെ ഇടിയപ്പവും ഞാൻ പുറത്തുനിന്ന് വാങ്ങുകയാട്ടോ ചെയ്തത്. നമ്മുടെ തൊട്ടടുത്തൊരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് വാങ്ങുമായിരുന്നു ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി പിരിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ.